എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ പ്രത്യേകതകളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം സഭാ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും തന്നെ നിർണായകമായ കാലഘട്ടമാണ്. നമ്മൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വിശ്വാസത്യാഗവും മതപീഡനവും പാപത്തിൻ്റെ അതിപ്രസരവും ഭീകര പ്രവർത്തനങ്ങളും പ്രകൃതിക്ഷോഭങ്ങൾ എന്നു വേണ്ട ലോകം വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. പലരും പറയാറുണ്ട്, ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ ഒരു വകയും കാണുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൽ പ്രതിസന്ധികൾ പെരുകുമ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. 7-ാം ദിനത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താണ് വചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത്? ഈ സമയം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച വചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങളാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. മധ്യാകാശത്തിൽ പറക്കുന്നൊരു ദൂതനെ, കർത്താവിൻ്റെ ദൂതനാണ്. ആ ദൂതൻ്റെ കയ്യിൽ ഈ കാലഘട്ടത്തിനുള്ള സുവിശേഷമുണ്ട്. 6-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സകല മനുഷ്യരോടും, എല്ലാ ജനതകളോടും, എല്ലാ ഗോത്രങ്ങളോടും, സകല ഭാഷക്കാരോടും, എല്ലാ രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള സുവിശേഷം. 7-ാം വചനത്തിൽ ഇതെന്താണെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. സ്ക്രീനിലോട്ട് നോക്കി ആ വചനം എല്ലാവരും ഒരുമിച്ച് വായിച്ച്, എന്താണ് ദൈവദൂതൻ ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് വിശുദ്ധ യോഹന്നാൻ കണ്ടത്? മധ്യാകാശത്തോട് പറക്കുന്ന ദൂതൻ. ആ ദൂതൻ സ്വരമുയർത്തി വിളിച്ചു പറയാണ്. ആരോടെ വിളിച്ചു പറയുന്നത്? ഭൂമിയിലുള്ള സകല മനുഷ്യരോടും. ആർക്കും അതിൽ നിന്ന് ഒഴികഴിവില്ല. എല്ലാ മനുഷ്യരോടും, എല്ലാ ജനതകളോടും, ഭാഷക്കാരോടും, ഗോത്രങ്ങളോടും, രാജ്യങ്ങളോടുമായി കാലഘട്ടത്തിൻ്റെ സുവിശേഷം, കാലഘട്ടത്തിനുള്ള സുവിശേഷം ദൈവദൂതൻ അറിയിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നത്. ഒന്നാമതായി, ദൈവഭയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സമയം. മഹാമാരിയുടെ നാളുകളിൽ COVID-19 എന്താണ് ദൈവത്തിന് ലോകത്തോട് പറയാനുള്ളത്? കർത്താവ് തൻ്റെ സഭയോട് സംസാരിക്കുക. ഇത് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സമയമാണ്. രണ്ടാമത് നമ്മൾ വചനത്തിൽ കാണുന്നു, എന്താണ് ദൈവദൂതൻ വിളിച്ചു പറയുന്നത്? ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുള്ള സമയമാണിത്. ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ഉണരേണ്ട സമയമായെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അരൂപി നമ്മെ അറിയിക്കുകയാണ്. പ്രാർത്ഥിക്കാനുള്ള നിസ്സംഗത, പ്രാർത്ഥിക്കാനുള്ള മടി, അലസത, പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ, ഇതെല്ലാം വിട്ടുകളഞ്ഞ് കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച്
പ്രാർത്ഥനയുടെ ആത്മാവിൽ ഉണരുവാൻ ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് കഴിയണം. ഈ രണ്ട് ആലോചനകൾ കർത്താവ് തരികയാണ്. ദൈവഭയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, പ്രാർത്ഥനയിലേക്കും ദൈവാരാധനയിലേക്കും ദൈവത്തിന്റെ ജനം മടങ്ങി വരിക. ഇതിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ മൂന്നാമത്തേത് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ന്യായവിധിയുടെ ചില ദൈവിക ഇടപെടലുകൾ വീണ്ടും നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ, നമ്മുടെ കുടുംബങ്ങളെ ക്രമപ്പെടുത്തുവാൻ, കർത്താവിന് യോഗ്യമാം വിധം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ COVID-19 മറ്റൊരു മഹാമാരി ചിലപ്പോൾ വരാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ വരില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ന്യായവിധിയുടെ ചില ഇടപെടലുകൾ സംഭവിക്കുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 കാര്യങ്ങളിലൂടെ അല്പമായി നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. എന്താണ് ദൈവഭയം? നമുക്ക് ചില സ്വാഭാവികമായ ഭയങ്ങളുണ്ട്. പട്ടിയെ കാണുമ്പോൾ നമുക്ക് പലർക്കും പേടിയാണ്. പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പലർക്കും ഭയമാണ്. ഇത് സ്വാഭാവികമാണ്. ഇതുപോലത്തെ ഒരു ഭയമാണോ ദൈവത്തോട് വേണ്ടത്? അല്ല. ദൈവഭയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭയമല്ല. സുഭാഷിത പുസ്തകം 8-ാം അധ്യായം 13-ാം വചനത്തിൽ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവഭയം തിന്മയെ വെറുക്കലാണ്. പാപത്തെ ഉപേക്ഷിക്കുന്നതാണ് ദൈവഭയം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ആത്മരക്ഷയെ ഉറപ്പുവരുത്തി ജീവിക്കുന്ന ജീവിതമാണ് ദൈവഭയത്തിന്റെ ജീവിതം. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ ഉറപ്പുവരുത്തി ജീവിക്കുന്ന ജീവിതമാണ് ദൈവഭയത്തിന്റെ ജീവിതം. അത് വിശുദ്ധീകരണത്തിന്റെ ജീവിതമാണ്. ഇത് മാനസാന്തരത്തിന്റെ ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാം വചനത്തിൽ സഭയോട് പറയുകയാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ച തിരുവചനമാണത്. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. എന്താണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്? ആരാണ് കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെ? കർത്താവിൻ്റെ ജനമായ നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിൻ്റെ കുറെ ഡിഗ്രികൾ, ഈ ലോകത്തിൻ്റെ കുറെ സാധ്യതകൾ, ഇതെല്ലാം നല്ല കാര്യം തന്നെയാ. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരുടെ യോഗ്യത എന്താണെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. അവരെല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഇതിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല. അഭിമന്യ പിതാക്കന്മാരും വന്യവൈദികരും ബഹുമാനപ്പെട്ട സമർപ്പിതരും ആത്മായ ശുശ്രൂഷകരും കുടുംബസ്ഥരും ദൈവജനം മുഴുവൻ ഈ വചനം പാലിക്കാൻ കടപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നുണ്ട്, ദൈവപ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുവാൻ, സഭയിലും ലോകത്തിലും ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെടുവാനൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടൽ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല. യെശയ്യാ പ്രവചനം 59:1 നമ്മൾ കാണുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പിന്നെ എവിടെയാ പ്രശ്നം പറ്റിയിരിക്കുന്നത്? നിന്റെ അകൃത്യമാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മൂർഖം പാമ്പിനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കണേ, പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കണേ. കർത്താവ് പറയാ, എൻ്റെ പൊന്നുമോനെ, ആ
ആ പാമ്പിനെ വിട്ടുകള. അത് പറ്റത്തില്ല കർത്താവേ, അത് പറ്റത്തില്ല, പാമ്പ് കടിന്ന് രക്ഷിക്കണേ, പാമ്പ് കടിന്ന് രക്ഷിക്കണേ. കർത്താവ് എന്ത് ചെയ്യും? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണോ? ഈ 10 ദിവസത്തെ ആരാധന യജ്ഞത്തിലൂടെ ദൈവത്തിന്റെ ശക്തി ലോകത്തിന് മേൽ ഇറങ്ങി വരണോ? ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി കത്തണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകുക. നമ്മുടെ ജീവിതങ്ങളെ കഴുകുവാൻ, ഈ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വൃത്തിയുള്ളവരാക്കുവാൻ, വെണ്മയുള്ളവരാക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കണം. ഇതാണ് പൗലോസ് പറയുന്നത്. ആരെല്ലാം കർത്താവിന്റെ നാമം വിളിക്കുന്നുവോ ആ നാമത്തിന്റെ ശക്തി അവരിൽ പ്രകടമാകാൻ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. വീണ്ടും വിശുദ്ധ പൗലോസ് സഭ അറിയിക്കുന്നുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 2:12 എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വചനമാണ്. ഈ മഹാമാരിയുടെ നാളുകളിൽ കർത്താവ് നമുക്ക് ആലോചന തരികയാണ്. നമ്മളിത് പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. പൂർവാധികം ഭയത്തോടെ, അതാണ് ദൈവഭയം. ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കുമെന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണിത്. കർത്താവ് ഇന്ന് രാത്രി നമ്മെ വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കോവിഡ് വരുന്നതല്ല, നമുക്ക് ജോലി നഷ്ടപ്പെടുന്നതല്ല, ക്യാൻസർ പിടിപെടുന്നതല്ല, ഈ ലോകത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, തകർച്ചകളൊന്നുമല്ല. ചെറിയ ദുഃഖമുണ്ട്, നമുക്ക് വേദനയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല തുടങ്ങിയതാണ്. അനേക രാജ്യങ്ങളിൽ അനേകം വ്യക്തികളോട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു. പ്രാർത്ഥന വഴി, ശുശ്രൂഷ വഴി അനേകരെ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്നാൽ എൻ്റെ നിത്യത നരകത്തിലാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട്, ശുശ്രൂഷ കൊണ്ടും എനിക്കെന്ത് പ്രയോജനമുണ്ട്? ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് ഈ COVID-19 ഇതാണ് ദൈവം നമ്മോട് പറയുന്നത്. നമ്മൾ ആത്മശോധന ചെയ്യണം. ഞാൻ ഇങ്ങനെ പോയാൽ എൻ്റെ കർത്താവേ, എൻ്റെ നിത്യത എവിടെയായിരിക്കും? എൻ്റെ കുടുംബത്തിലുള്ളവരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ. പക്ഷെ പൗലോസ് അതാ പറയുന്നത്, നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഇത് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും സഭയോട് പറയാ, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനമാണ്. മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എന്നാ വചന ഇത്! പക്ഷെ പൗലോസ് ആരാണ്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറി. അർപ്പണം കൊണ്ടും അറിവ് കൊണ്ടും അഭിഷേകം കൊണ്ടും സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ദൈവശാസ്ത്രജ്ഞൻ. ഈ പൗലോസ പറയുന്നത് എന്തുമാത്രം സ്ഥല സഭകൾ സ്ഥാപിച്ചു. സുവിശേഷത്തിന്റെ തീയായിരുന്നു വിശുദ്ധ പൗലോസ്. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് പീഡനങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുത്തവൻ. ഈ പൗലോസ് പറയാണ്, ഞാൻ അനേകരോട് സുവിശേഷം പ്രസംഗിച്ചെന്നാൽ നിത്യതയിൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, കർത്താവിന്റെ തിരുമുൻപിൽ ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവഭയത്തോടെ
എൻ്റെ ശരീരത്തെ, എൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ മോഹങ്ങളെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിത ശൈലിയാണ് ദൈവഭയത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ വചനം എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് ആരാ പറയുന്നത്? വിശുദ്ധ പൗലോസാ പറയുന്നത്. പൗലോസ് പറയാണ്, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ എന്ന്. പൗലോസിലേക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ കാര്യം എന്താവും ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആത്മശോധന ചെയ്യണം. ദൈവഭയമുള്ളവരെ ഏത് പരീക്ഷകളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിന് അറിയാം. നമ്മൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. ചിലരുടെ ധാരണ എല്ലാം തീരാൻ പോവാന്നല്ല, ഒന്നും തീരാൻ പോകുന്നില്ല. ഇതിനേക്കാൾ ശക്തമായ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും സഭയിലും ലോകത്തിലും. ദൈവം ചില പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രത്യാശയുള്ളവരാകണം. അപ്പോസ്തലനായ പത്രോസ് താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 2:9 വരണം. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ! എത്ര മനോഹരമായ വചനമാണത്. ദൈവഭയമുള്ളവരെ, ദൈവത്തെ ആശ്രയിക്കുന്നവരെ, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ബോധ്യമുള്ളവരെ ഏത് പരിശോധനകളിൽ നിന്നും, എത്ര വലിയ സഹനങ്ങളാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, പരാജയങ്ങളാകട്ടെ, ഈ മഹാമാരി മൂലം നമുക്കുണ്ടായ നഷ്ടങ്ങളാകട്ടെ, ഇതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു എന്നാ പറയുന്നത്. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അതിന് വചനം നൽകുന്ന വ്യവസ്ഥ എന്താ? ദൈവഭയമുള്ളവരാകുക. നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, തുറന്നുള്ള ഇനി വരുന്ന നാളുകൾ കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കേണ്ട നാളുകളാണ്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് ഇങ്ങനെ പോകാമെന്ന്. അത് പറ്റത്തില്ല എന്നതിന് തെളിവാണ് COVID-19 ദൈവം നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ജീവിതത്തിലേക്ക്, അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ദൈവഭയത്തിന്റെയും ജീവിതത്തിലേക്ക് ഇനിയും കടന്നു വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ചില പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരാം. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അവിടെ 5-ാം അധ്യായം 24-ാമത്തെ വചനം. എന്താ വചനം പറയുന്നത്? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എല്ലാവരും ഒരുമിച്ച് വചനം ഏറ്റു പറഞ്ഞേ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരല്പം കൂടി ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? നമ്മൾ ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആരെയാ ആശ്രയിക്കുന്നത്? നമ്മൾ ആരെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? വിശ്വസ്തനായ കർത്താവ്, വാക്കുമാറാത്തവൻ, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവിടുന്ന് വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഏത് പ്രതികൂലത്തിന് നടുവിലും നമ്മൾ രക്ഷിക്കാൻ കർത്താവിന് കഴിയും. ഞാനിപ്പോൾ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുൻപ് വടക്കേ ഇന്ത്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. രാത്രി താമസിക്കാൻ കിട്ടിയ ആ കെട്ടിടം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പഴയ കെട്ടിടമാണ്. ഞാൻ ആ കെട്ടിടത്തിൽ കിടക്കുക, സുഖമായി ഉറങ്ങുകയാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഉറങ്ങുന്ന സമയത്ത് രാത്രി അർദ്ധരാത്രി ഒരു 1:30-2 മണി ആയിട്ടുണ്ടായിരിക്കും. കർത്താവിനെ വിളിച്ചുണർത്തി, എഴുന്നേൽക്ക് മകനെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ എഴുന്നേൽക്കേണ്ട ആവശ്യം? പക്ഷെ എഴുന്നേൽക്കാൻ പറഞ്ഞ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ വരികയാണ്. ഞാൻ എഴുന്നേറ്റ് ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് അല്പം ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾ മുകളിൽ
പണ്ടത്തെ കാലത്തെ ഫാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല കനമുള്ള ലീഫുകളൊക്കെയാണ്, അതിങ്ങനെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നല്ല കാറ്റുണ്ട്. പക്ഷെ പഴയ ഫാനാണ്, ഭയങ്കര വെയിറ്റാണ് അതിന്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ പൊട്ടിച്ചാടി ഞാൻ കിടക്കുന്ന ബെഡിലോട്ട് പൂന്നുണ്ടങ്ങ് വീഴുക. എഴുന്നേൽക്കാൻ ഒരു സെക്കൻഡ് കൂടി വൈകിയിരുന്നുവെങ്കിൽ ഈ ഫാൻ നെഞ്ചിൽ വന്ന് വീണ് നെഞ്ചിന്റെ കൂട് തകർന്ന് ആ സ്പോട്ടിൽ മരിച്ചു പോയേനെ. പക്ഷെ കർത്താവ് വിശ്വസ്തയോടെ എഴുന്നേൽപ്പിക്കുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ആയുസ് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെയും കയ്യിലല്ല. കോവിഡ് ബാധിച്ച് വേദനിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, അവരെ പരിചരിക്കുന്നവരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ഈ ലോകത്തിന്റെ ഒരു സംവിധാനവുമല്ല. നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ് ദൈവമായ കർത്താവാണ്. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യന്റെ ജീവനെ നിയന്ത്രിക്കുന്നത് കർത്താവായ ഞാനല്ലേ. ഹല്ലേലൂയ. പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? ഏത് പ്രതികൂലത്തിന്റെ മധ്യയും നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ വഴി നടത്തുവാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവം. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് വരാം. അപ്പോസ്തല പ്രവർത്തനം 27 അധ്യായം 13 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. ആ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, കപ്പൽ നാശമാണ്. പൗലോസും അവൻ്റെ സഹയാത്രികരും ആ കപ്പലിൽ യാത്ര ചെയ്യാണ്. കപ്പൽ പുറപ്പെടുന്ന സമയത്ത് കാറ്റ് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് അതിശക്തമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി. ഭയങ്കര കൊടുങ്കാറ്റായി. ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ നട്ടം തിരികെ കിടന്നിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ പലരുടെയും ജീവിതം ഇതുപോലെ പ്രിയപ്പെട്ടവരെ. ജോലി നഷ്ടപ്പെട്ടവര് ഈ ശുശ്രൂഷയിൽ വേദനയോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. ശമ്പളം വെട്ടിക്കുറച്ചവര്, അതുപോലെ തന്നെ പലവിധ നഷ്ടങ്ങൾ സംഭവിച്ചവര്, ആരോഗ്യം നഷ്ടപ്പെട്ടവര്, കുടുംബത്തിൽ പലരെ പോലും കാണാൻ കഴിയാതെ ദുഃഖം അനുഭവിക്കുന്നവര്, ബിസിനസ്സിൽ പരാജയം വന്നവര്, ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ ഈ മഹാമാരി മൂലം ഉണ്ടായവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആകുലപ്പെടരുത്. നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, കർത്താവിനെ നമ്മെ പരിപാലിക്കാൻ പറ്റും. ആ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കപ്പല് തകരുന്ന പല അവസ്ഥകൾ അവിടെ സംഭവിച്ചു. അത് മണ്ണിൽ ഉറച്ചു പോകുമോ എന്നവർക്ക് ഭയപ്പെട്ടു. 14 ദിവസങ്ങളായി സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ല. കൂരാകൂരി ഇരുട്ട്. നടുകടലിൽ ഈ കപ്പൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. പാറക്കെട്ടിൽ ഇടിച്ച് ഈ കപ്പല് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നു. അവിടെയെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങള് അതിനെ പരിപാലിക്കുകയാണ്. കാരണം അതിൽ പൗലോസ് ഉണ്ടായിരുന്നു. കർത്താവ് തന്റെ ദൂതനെ വിട്ട് പൗലോസിനെ ബലപ്പെടുത്തി. പൗലോസേ, നീ ഭയപ്പെടേണ്ട, നീ എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകാൻ സീസറിന്റെ മുൻപിൽ നിൽക്കുക തന്നെ ചെയ്യും. കപ്പല് തകർന്നാലും ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. നിരാശപ്പെട്ടിരിക്കുന്ന, തകർന്നിരിക്കുന്ന, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആ കപ്പലിൽ യാത്ര ചെയ്തവരോട് പൗലോസ് ജീവിക്കുന്ന കർത്താവിന്റെ ആലോചന അറിയിക്കുക. ഇന്ന് കർദിനാൾ പിതാവ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, നമ്മുടെ ഗുരുനാഥനാണ് ഈശോ. അവിടുത്തെ ആലോചനകൾ നമ്മൾ സ്വീകരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആരാ? ആലോചനയിൽ വലിയവനും പ്രവർത്തികളിൽ ബലവാനുമായൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മൾ ആരും ഭയപ്പെടേണ്ട. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കഴിയുന്ന ആ വ്യക്തികളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്. അവർ വളരെ ഊർജ്ജസ്വലരായിട്ട് മാറി. അതിൻ്റെ അവസാന ഭാഗത്ത് കാണാൻ പറ്റും, ആ കപ്പൽ നാശത്തിൽ നിന്ന് അത്ഭുതകരമായി പൗലോസിനെയും അവനോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27 അധ്യായം 44 വചനം നിങ്ങളെല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി, എല്ലാവരും ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ച് നമ്മൾ ഒരുമിച്ച് ആ വചനം വായിക്കുക.
ഈ മഹാമാരിയുടെ നാളുകളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ, തകർന്നിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം ശ്രദ്ധിക്കുക. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, കർത്താവിന് പ്രവർത്തിക്കുന്ന ഇതൊന്നും തടസ്സമല്ല. നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതം കർത്താവിന്റെ വചനപ്രകാരമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവിനെ അവഹേളിക്കുന്ന, കർത്താവിനെ വേദനിപ്പിക്കുന്ന സകലതിനെയും വിട്ടുകളഞ്ഞ് ജീവിക്കുവാണ് തീരുമാനമെടുക്കുക. എന്താ വചനം പഠിപ്പിക്കുന്നത്? 44-ാമത്തെ വചനം. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. ഒരു വ്യക്തിയുടെ ജീവന് പോലും അപകടമുണ്ടായില്ല. എല്ലാവരും സുരക്ഷിതമായി കരയിലെത്തുകയാണ്. ഇതുപോലെ ഇന്നും പ്രവർത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സഭയെ ഉണർത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മിഷണറി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെ അനേകം മാനസാന്തരങ്ങളുണ്ടായി. മദ്യഷാപ്പുകൾ പൂട്ടി, വ്യഭിചാരശാലകളിൽ ആളുകളില്ലാതായി, ജനം മാനസാന്തരപ്പെട്ടു. വ്യഭിചാരശാല അടയ്ക്കേണ്ടി വന്നു, ചൂതാട്ട സെന്ററുകൾ അടച്ചു, കോടതികളിൽ കേസുകളില്ലാതായി, പോലീസുകാർക്ക് പണിയില്ലാതായി. ചുമ്മാ വെച്ചുകെട്ടി പറയുന്നൊരു കഥയല്ല കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തി ഇംഗ്ലണ്ടിന് മേൽ വെളിപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ചതുപോലെ അയർലൻഡിലും നീ എൻ്റെ വചനത്തിന് സാക്ഷി നൽകുക. നീ അയർലൻഡിലോട്ട് പോവുക. കർത്താവിന്റെ ശബ്ദം കേട്ട് ഈ മിഷണറി അയർലൻഡിലോട്ട് കപ്പൽ കയറി. അന്ന് ഇന്നത്തെ പോലെ വിമാനമാർഗമില്ല, കപ്പലിലാണ് യാത്ര. കപ്പൽ അല്പദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ അനൗൺസ് ചെയ്തു, നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു ദ്വാരമുണ്ടായിരിക്കുന്നു. ഈ ദ്വാരത്തിലൂടെ വെള്ളം കപ്പലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ഈ കപ്പൽ മുങ്ങിപ്പോകും. ഈ വാർത്ത കേട്ട ഉടനെ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും കൂട്ടക്കരച്ചിലാണ്. മരണം മുന്നിൽ കണ്ടു നിൽക്കുക. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി രക്ഷയില്ല, എല്ലാ സ്വപ്നങ്ങൾ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ് ജനം വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കപ്പലിൽ അസ്വസ്ഥനാകാതെ, ആകുലപ്പെടാതെ, ഭാരപ്പെടാതെ ഒരുവനുണ്ടായിരുന്നു. അത് ഈ മിഷണറിയാ. അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല കർത്താവ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഏത് സാഹചര്യത്തിലും, അത് പ്രതികൂലമാവട്ടെ, അനുകൂലമാവട്ടെ, തകർച്ചകളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, മഹാമാരികളാകട്ടെ, പകർച്ചവ്യാധികളാകട്ടെ, നാശനഷ്ടങ്ങളാകട്ടെ, ഏത് സാഹചര്യത്തിലും വിശ്വസ്തയോടെ കർത്താവിനെ എന്നെ പരിപാലിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഈ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സംഭവിച്ചത് എന്താണെന്നറിഞ്ഞോ? അദ്ദേഹം ആ കപ്പലിന്റെ അടിത്തട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട ഞാൻ ഈ കപ്പലിലോട്ട് കയറിയത്, ഇടപെടണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇദ്ദേഹം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ്. 10 ദിനത്തെ ആരാധന യജ്ഞത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടമായ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ലോകത്തിൽ വെളിപ്പെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ഹൃദയം നുറുങ്ങി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടു. കടലിൽ ഒഴുകി നടക്കുന്ന ഒരു കടൽ പന്നിയുടെ മേലെ ദൈവത്തിന്റെ കരം വരികയാണ്. ദൈവത്തിന് തന്റെ ഉദ്ദേശം നിറവേറ്റാൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഈ കടൽ പന്നി എന്താ ചെയ്തെന്ന് അറിഞ്ഞോ? ഈ അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്ന കപ്പലിനെ ലക്ഷ്യമാക്കി അത് നീന്താൻ തുടങ്ങി. നീന്തി വേഗതയിൽ നീന്തി വരികയാണ്. കപ്പലിന്റെ അരികിലെത്തി ആ കടൽപ്പന്നി വെള്ളത്തിലേക്ക് ഓളയിട്ട് ഇറങ്ങിയിട്ട് അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്ന ആ ദ്വാരമുള്ള ഭാഗത്തേക്ക് ഈ പന്നി തന്റെ തലയങ്ങിട്ടു. അത്ഭുതകരമായി ആ കടൽപ്പന്നിയുടെ തല ഉപയോഗിച്ച് കപ്പലിന്റെ അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്ന ആ ദ്വാരത്തെ കർത്താവ് അടച്ചു കളഞ്ഞു. ഈ പന്നിയുടെ തല ഉപയോഗിച്ച് ദൈവം ഈ കപ്പലിനെ സുരക്ഷിതമായി അയർലൻഡിൽ എത്തിച്ചു. ഹല്ലേലൂയ! ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ വിശ്വസ്തയോടെ ഈ നാളുകളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഒറ്റ വ്യവസ്ഥ, ദൈവഭയത്തോടെ ജീവിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ വേദനിപ്പിക്കുന്ന,
കർത്താവിൻ്റെ വചനത്തിൽ നിരക്കാത്ത സകല അശുദ്ധികളെയും ലോകമോഹങ്ങളെയും ജഡീകതകളെയും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വിട്ടുകളയാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? കർത്താവിന് ഇതാണ് അറിയേണ്ടത്. തീരുമാനങ്ങൾ ഉണ്ടാകണം. കർത്താവേ, ഞാൻ ദൈവഭയത്തോടെ ജീവിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കും. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ കഴുകുവാൻ കർത്താവെ ഞാൻ അങ്ങേ അനുവദിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ വെണ്മയുള്ളവനാക്കി മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഒരു നിമിഷം സാധിക്കുന്ന കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ കേട്ട ഈ വചനത്തിൻ്റെ കൃപ, ദൈവഭയത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ, കുടുംബങ്ങളിൽ നിറയാൻ, സമൂഹങ്ങളിൽ നിറയാൻ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, സമർപ്പിതരെ, കുടുംബസ്ഥരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ നമ്മളിൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 12:13 വചനം പറയുന്നുണ്ട്, നമ്മെ കുറിച്ച് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? വേദപുസ്തകം പറയാണ്, ദൈവഭയമുള്ളവരാകുക, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. COVID-19 ഈ മെസ്സേജാണ് സ്വർഗത്തിന് നമുക്ക് തരാനുള്ളത്. ദൈവഭയത്തോടെ, ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ഒരുങ്ങുക. ദൈവമെല്ലാം നമുക്ക് തരും. നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടി കൃപയോടെ തിരിച്ചു തരാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ജോബിന്റെ ജീവിതം അതല്ല പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒന്നാമതായി നമ്മൾ അറിയിച്ചത്, ഈ മഹാമാരിയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം ദൈവ ഭയത്തിൽ ജീവിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. ഇപ്രകാരം ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. ഒന്നിനെക്കുറിച്ചും, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ, മക്കളുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജീവിതം, കുടുംബകാര്യങ്ങളെക്കുറിച്ചോ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നമുക്ക് വേണ്ട ദൈവവിളികളെക്കുറിച്ചോ ഒന്നും നമ്മൾ അസ്വസ്ഥരാകേണ്ട. അതെല്ലാം തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിച്ചു കൊള്ളും. വിശ്വസ്തയോടെ നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം. രണ്ടാമത്തെ ആലോചന പരിശുദ്ധാത്മാവ് നൽകുന്നത് ദൈവഭയത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ, അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവം നൽകുന്ന ചില അടയാളങ്ങളുണ്ട്. ഇന്ന് ലോകത്തിലേക്ക് നോക്കി നമ്മളത് വിഷ്വലായിട്ട് കാണാൻ പോവാണ്. ഇന്ന് ലോകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അടയാളങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം ഈ വിഷ്വല് ശ്രദ്ധിക്കുക. വിശ്വാസത്തിന് വേണ്ടിയുള്ള പകർച്ചവ്യാധികള്, കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, ധാർമ്മികമായ അധപതനങ്ങള്, വിശ്വാസത്യാഗത്തിന്റെ പ്രവൃത്തികള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടയാളങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട സമയങ്ങളാണത്. ഈശോയെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ആലോചന. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ഈ അടയാളങ്ങളിലൂടെ ദൈവം സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകൾ കിട്ടിയിട്ടും സ്നേഹത്തിൽ, കൃപയിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ
ന്യായവിധിയുടെ ചില ഇടപെടലുകൾ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഒപ്പം നമ്മൾ ചിന്തിക്കണം, കർത്താവ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ആര് തന്നെയാണെങ്കിലും അതിൻ്റെതായ നഷ്ടങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വചനത്തിൽ കർത്താവ് ഒരു അടയാളം തരുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. ഞാൻ ഈ വചനം പലപ്പോഴും ആവർത്തിച്ച് വായിച്ചു. എന്താ കർത്താവ് ഇതിലൂടെ സംസാരിക്കുന്നത്? COVID-19 ഈ നാളുകളിൽ ബഹുമാനപ്പെട്ട വൈദികരോട് കർത്താവ് പറയുക, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കണം. സമർപ്പിതരോട് കർത്താവ് സംസാരിക്കുക, കുടുംബസ്ഥരോട്, ദൈവജനം മുഴുവനോട് കർത്താവ് പറയാണ്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കണം. എന്താ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇത് അറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് നമ്മൾ വരണം. 19-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. നീതിമാനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കൃപ ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. ദൈവഭയമുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ, ദൈവത്തിന്റെ സ്പർശനം ലഭിച്ചവള്, ദൈവത്തിന്റെ കാരുണ്യം ലഭിച്ചവള്, രക്ഷപ്പെടുവാനുള്ള സകല വഴികളും ദൈവം പറഞ്ഞു കൊടുത്തവളായിരുന്നു ഈ ലോത്തിന്റെ ഭാര്യ. ഇതെല്ലാം അവൾ അനുഭവിച്ചിട്ടും അവൾക്ക് എന്ത് സംഭവിച്ചു? അവൾ നഷ്ടപ്പെട്ടവളായി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോയിക്കൊള്ളും എന്നുള്ള മിഥ്യാധാരണ, അത് ഒരു ഡിസീവിങ് തോട്ടാണ്, വഞ്ചനാത്മകമായ ചിന്തയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളൊന്നും സുഗമമായി പോവുകയില്ല. കർത്താവിന് യോഗ്യമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നേ പറ്റൂ. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ജനം ഉയർത്തപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? 19-15 വായിക്കാം. സോദോം ഗോമോറയുടെ മേൽ ദൈവത്തിന് ന്യായവിധി വരിക. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 13-13 പറയുന്നുണ്ട്, സോദോമിലെ മനുഷ്യർ എങ്ങനെയുള്ളവരായിരുന്നു? നിങ്ങൾ ആ വചനം സ്ക്രീനിലോട്ട് നോക്കിക്കേ. കർത്താവിന്റെ മുൻപിൽ മഹാപാപികളായി അവിടുത്തെ ആളുകൾ ദുഷ്ടന്മാരായിരുന്നു. ദൈവഭയമില്ലാതെ വിശ്വാസത്യാഗം സംഭവിച്ച, ദൈവത്തെ നിഷേധിക്കുന്ന ദൈവദൂഷകരായ മനുഷ്യര്. ദൈവത്തിന്റെ ന്യായവിധി അവിടെ കടന്നു വരികയാണ്. ഈ ന്യായവിധിയുടെ സന്ദേശം ലോത്ത് തന്റെ മരുമക്കൾ അറിയിച്ചപ്പോൾ മരുമക്കൾ പറയാണ്, അപ്പാ തമാശ പറയരുതെന്ന്. പലപ്പോഴും ദൈവം തരുന്ന ചില മുന്നറിയിപ്പുകൾ നമുക്ക് തമാശയായിട്ട് തോന്നുന്നത്. ഇതൊക്കെ എന്തോരം കേട്ടിട്ടുള്ളതാ, എന്തോരം കണ്ടിട്ടുള്ളതാ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയിക്കൊള്ളും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോവുള്ളൂ എന്നുള്ള ചില നെഗറ്റീവായ ചിന്തകൾ, ഇതാണ് ദൈവപ്രവൃത്തിയെ തടയുന്നത്. ലോത്തിന്റെ മരുമക്കൾ പറഞ്ഞു, തമാശ പറയരുത്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. 15-ാമത്തെ വചനം, അവിടെ എന്താ വചനം പറയുന്നത്? എല്ലാവരും ആ വചനം ശ്രദ്ധിച്ചേ. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. കർത്താവിനെ അവരോട് കരുണ തോന്നിയത് കൊണ്ട്, ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മുന്നറിയിപ്പ് കിട്ടി. രണ്ടാമത് കർത്താവിന്റെ കരുണ അവർക്ക് ലഭിച്ചു. 16-ാമത്തെ വചനം അതാ പറയുന്നത്, ദൈവത്തിന്റെ കാരുണ്യം അവൾക്ക് ലഭിച്ചു. 3-ാമത് പറയുന്നുണ്ട്, കർത്താവിന്റെ ദൂതന്മാർ കൈക്ക് പിടിച്ച് ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ദൈവിക സ്പർശനം ലഭിച്ചവള്. നമുക്ക് എന്തുമാത്രം അനുഭവങ്ങളുള്ളവരാ. കർത്താവിന്റെ സൗഖ്യത്തിന്റെ, വിമോചനത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചവരാ നമ്മള്. ഇതുപോലെ ലോത്തിന്റെ ഭാര്യയെയും സ്വർഗം തൊട്ടു, ദൈവിക സ്പർശനമുണ്ടായി, ദൈവത്തിന്റെ കാരുണ്യം ലഭിച്ചു. 4-ാമത് ദൈവം വീണ്ടും അറിയിച്ചു രക്ഷപ്പെടാനുള്ള വഴി. താഴ്വരങ്ങളിൽ തങ്ങരുത്, പുറകോട്ട് നോക്കരുത്, രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു.
ഇതെല്ലാം അറിയാമായിരുന്നിട്ട് ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? അവൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുകയാണ്, നഷ്ടപ്പെട്ടവളായിട്ട് മാറി. കർത്താവ് ഇന്ന് തൻ്റെ സഭയോട് പറയുകയാണ്, കർത്താവ് ഇന്ന് തൻ്റെ വൈദികരോട്, സമർപ്പിതരോട്, കുടുംബസ്ഥരോട് പറയുകയാണ്, നമുക്കിത് സംഭവിക്കരുത്, ഈ തകർച്ച നമുക്കുണ്ടാകരുത്. ഉൽപ്പത്തിയുടെ പുസ്തകം 19:26 എന്താ കാണുന്നത്? അവൾ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് അവൾ നഷ്ടപ്പെട്ടത്? ദൈവം നൽകിയ ആ സ്നേഹത്തിന്റെ താക്കീതുകളെ അവൾ നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ച് കളഞ്ഞു. വേദപുസ്തകത്തിന് എന്താ നമ്മോട് പറയാനുള്ളത്? ദൈവം മുന്നറിയിപ്പ് കൊടുത്ത അനേകം ജീവിതങ്ങള് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഈ മുന്നറിയിപ്പുകളൊക്കെ ആരെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ആദം ഹവ്വയും പറുദീസ നഷ്ടപ്പെട്ടു. സാംസൺ, അവന്റെ കാഴ്ച പോയി. ഫിലിസ്ത്യരോട് കൂടെ അവനും മരിക്കുകയാണ്. യൂദാസിന് അപ്പോസ്തലിക സ്ഥാനം നഷ്ടപ്പെട്ടു. ദേമസിന് കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. ഗഹസി, എലീശ പ്രവാചകന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് ഇരുട്ട് പങ്ക് ലഭിക്കേണ്ട ഗഹസിക്ക് അത് നഷ്ടപ്പെട്ടു പോവുക. ഇവിടെയൊക്കെ തകർച്ചയുടെ കാരണം എന്താ? മുന്നറിയിപ്പുകൾ അവർ അവഗണിച്ച് കളഞ്ഞു. ആ വചനം ശ്രദ്ധിച്ചു നോക്കിയേ. എന്താണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? വിശ്വാസികളുടെ സ്മാരകമായി മാറേണ്ട ലോത്തിന്റെ ഭാര്യ, വിശ്വാസികൾക്ക് മാതൃകയായി മാറേണ്ട ലോത്തിന്റെ ഭാര്യ ജീവൻ നഷ്ടപ്പെട്ട് ഉപ്പുതൂണായിട്ട് മാറി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ അവസ്ഥ നമുക്ക് വരരുത്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ, നിങ്ങളെ പൗരോഹിത്യ ശുശ്രൂഷ ദൈവജനത്തിന് കൃപയായി, അനുഗ്രഹമായി ഈ മഹാമാരിയുടെ നാളുകളിൽ മാറ്റപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ജീവനില്ലാത്ത ഉപ്പുതൂണുകളായി മാറരുത്. പല വൈദികരി നാളുകൾ എന്നോട് പറഞ്ഞു, വിശ്വാസത്തിൽ ഒരു മങ്ങല് വരുന്നു, പ്രാർത്ഥിക്കണം ബ്രദറെ, അറിയാതെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ, സംതൃപ്തി കിട്ടുന്നില്ല, ആനന്ദം കിട്ടുന്നു. ഞാൻ പറഞ്ഞു, ആരുമില്ലെങ്കിലും ദേവാലയത്തിൽ ദിവികാരനും എണ്ണൊളിച്ച് വെച്ച് അച്ഛൻ ദിവസം ഒരു 5 മണിക്കൂറെങ്കിലും ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ആലോചന തരും, കർത്താവ് പ്രവർത്തിക്കും. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നിങ്ങൾ സമർപ്പിത ജീവിതം കൊണ്ട് സഭയിലുള്ള ദൈവ സാന്നിധ്യം ലോകത്തിന് ദർശിക്കാൻ പറ്റണം. ദൈവ സാന്നിധ്യ ബോധം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് കർത്താവിന്റെ മഹത്വം ഈ നാളുകളിൽ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ജീവൻ നഷ്ടപ്പെട്ട ഉപ്പുതൂണുകളായിട്ട് നമ്മൾ മാറരുത്. എൻ്റെ കുടുംബസ്ഥരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്. വിശ്വാസികൾക്ക് മാതൃകയാകേണ്ട ലോത്തിന്റെ ഭാര്യ അവിശ്വാസികളുടെ സ്മാരകമായി മാറ്റപ്പെടുകയാണ്. എന്നാ വലിയൊരു തകർച്ചയാണിത്. COVID-19 ഈ നാളുകളിൽ കർത്താവ് നമ്മോട് പറയാനുള്ളത് ഇതാണ്. ഈ കൊച്ചു വൈറസിലൂടെ ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? കാണിക്കുന്ന വിഷ്വൽ നിങ്ങൾ നോക്കിക്കേ. പ്രാർത്ഥനാപൂർവം ഈ വിഷ്വൽ എല്ലാവരും ശ്രദ്ധിക്കുക. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് മാറ്റപ്പെടുന്നു. വിശ്വാസികൾക്ക് മാതൃകയാകേണ്ടവള് അവിശ്വാസികളുടെ സ്മാരകമായി മാറ്റപ്പെട്ടു. ഈ ഒരു തകർച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ നമുക്ക് സംഭവിക്കരുത്. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ എന്തിനാണ് ഈ മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് തരുന്നത്? സോദോം ഗോമോറയ്ക്ക് എന്താ സംഭവിച്ചത്? ആ വചനം നമുക്ക് ശ്രദ്ധയോടൊന്ന് വായിക്കാം. സോദോം ഗോമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു.
അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. കോവിഡ്-19 ഈ നാളുകളിൽ ദൈവമെല്ലാം നോക്കും പ്രിയപ്പെട്ടവരെ. ദൈവമെല്ലാം ക്രമപ്പെടുത്തും. ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. ദൈവമെല്ലാം ക്രമപ്പെടുത്തും, ദൈവമെല്ലാം നോക്കിക്കോളെന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? ഞാൻ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത് ദൈവത്തിന്റെ ദൂതൻ ഇതാണ് വിളിച്ചു പറഞ്ഞത്: പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സമയമാണിത്. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനുമായി ഉണരണം. ദൈവത്തെ ആശ്രയിക്കുക. നമ്മൾ ദൈവമെല്ലാം നടത്തും പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. നാം കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. കർത്താവെ പറ്റുന്നില്ല, കൃപ തരണം, ശക്തി തരണം, അഭിഷേകം തരണം എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ വട്ടമിട്ട് പിടിക്കുമ്പോൾ നമുക്ക് വേണ്ട എനർജി കർത്താവിൻ്റെ ആത്മാവ് തന്നുകൊള്ളും. ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് കഴിയും. കർത്താവ് ഈ കാലഘട്ടത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഷെക്കേന ടെലിവിഷൻ. ഇതൊരു സാറ്റലൈറ്റ് ടെലിവിഷനാണ്, ഒരു വാർത്താ ചാനലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മാസവും ലക്ഷങ്ങളാണ് ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകുവാൻ വേണ്ടി വരുന്നത്. പരസ്യങ്ങളും മറ്റു വരുമാനങ്ങളും ഒന്നും തന്നെ ഇല്ല. മുട്ടുമടക്കി കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കഠിനമായ ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും വിശ്വസ്തയോടെ കർത്താവ് പരിപാലിക്കുന്നത് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുക. എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല. അവര് തളർന്നു പോകാൻ, തകർന്നു പോകാൻ, നിരാശപ്പെട്ട് വീണു പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ കർത്താവ് ഇങ്ങനെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ച് നമ്മളെ എന്നാ പറയാ, ആ ഒരു രീതിയിലാക്കുന്ന പോലെ ശ്വാസം മുട്ടിച്ച് കൊല്ലാന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദൈവത്തിന്റെ ഇടപെടലുകൾ എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ഉണരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ കർത്താവ് കാക്കും. ഈ ലോകത്തിന്റെ മേലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും. പരിശുദ്ധ അമ്മ മെജുകുര്യൻ കുന്നുകളിൽ സ്വർഗം വിട്ട് ഇറങ്ങി വരുമ്പോൾ അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടാണ് അമ്മ ഇറങ്ങി വരുന്നത്. അമ്മ വിളിച്ചു പറഞ്ഞു, പ്രേ പ്രേ പ്രേ, മക്കളെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാൽ പ്രകൃതിക്ഷോഭങ്ങളെ തടയാമെന്നും പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാമെന്നും യുദ്ധങ്ങളെ ഇല്ലാതാക്കാമെന്നുള്ള കാര്യം എൻ്റെ മക്കൾ മറന്നുപോയിരിക്കുന്നു. മഹാമാരിയുടെ ഈ നാളുകളിൽ സ്വർഗത്തിന്റെ ഈ വേദന മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങണം. കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ ദൈവജനം തയ്യാറായാൽ സഭയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. എന്തുമാത്രം അനുഭവങ്ങളാണ് ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. ലൂക്കായുടെ സുവിശേഷം 21:34 മുതൽ 36 വചനങ്ങളിൽ ഈ കാലഘട്ടത്തിലെ സഭയോട്, ബഹുമാനപ്പെട്ട വൈദികരോട്, സമർപ്പിതരോട്, കുടുംബസ്ഥരോട്, എൻ്റെ യുവജനങ്ങളോട് എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഒരു കെണി പോലെ ആ ദിവസം നിങ്ങളുടെ മേൽ നിബന്ധിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. വാച്ച് ആൻഡ് പ്രേ. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. 1818 ലോകത്തിൽ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയ മഹാമാരി സ്പാനിഷ് ഫ്ലൂ ഉണ്ടായത്. ഏകദേശം 5 കോടി മനുഷ്യർ ഈ പകർച്ചവ്യാധി മൂലം മരണമടഞ്ഞു. ലോക ജനസംഖ്യയിൽ 1/3 പേർക്ക് ഈ രോഗം സ്വാധീനിച്ചു. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ, യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലൊക്കെ, അമേരിക്കയിൽ തന്നെ 67 ലക്ഷം പേര് മരിച്ചു. പക്ഷെ പൗലോസ്ലിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച ഇടങ്ങളിലെല്ലാം ഈ മഹാമാരി വിട്ടുപോയി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്.
അതുപോലെ തന്നെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധനായ റോക്ക് ഇറ്റലിയിൽ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലെ ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം മുട്ടുമടക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ച ഇടങ്ങളിലെല്ലാം പകർച്ചവ്യാധികൾ മാറ്റപ്പെട്ടു. അവിടെയെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിന് ശക്തി വ്യാപരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാൻ കർത്താവിന് കഴിയില്ലേ? നിശ്ചയമായും കഴിയും. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിനി അതിനുവേണ്ടി ഒരുങ്ങാൻ പോവുകയാണ്. ആരാധനയുടെ മഹത്വം മനസ്സിലാക്കി എൻ്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ, ഈ നാളുകളിൽ വിശ്വാസ സമൂഹത്തോട് ദൈവം വലിയൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട്. പൊതുവായ ആരാധനകളൊന്നും ഇല്ലെങ്കിൽ പോലും ഇടവക ദേവാലയത്തിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജോയൽ പ്രവചനം 2:15 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പുരോഹിതർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വന്യവൈദികരെ, അതിനുള്ള സമയമാണിത്. സമർപ്പിതരെ, നിങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളിൽ ദിവികാരൻ എഴുന്നള്ളിച്ചു വെച്ച് 24 മണിക്കൂറും 24 അവർ ബ്രേക്ക് ഇല്ലാതെ മാറി 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 ലോകത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി അതേ രക്ഷയുള്ളൂ. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ സത്യം മനസ്സിലാക്കി ദൈവാരാധന വർദ്ധിക്കണം. ദൈവാരാധനകൾ വർദ്ധിക്കുമ്പോൾ ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടും. സഭയിലുള്ള ദൈവ സാന്നിധ്യം ലോകത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. തകർച്ചകൾ, യുദ്ധങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, വിശ്വാസ ത്യാഗങ്ങൾ, മതപീഡനങ്ങൾ ഇതെല്ലാം ഇല്ലാതാകും. കർത്താവിൻ്റെ കരം ഇതിന്മേലെല്ലാം പ്രബലപ്പെടും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നൽകിയ ഈ 3 കാര്യങ്ങൾ: ദൈവഭയത്തോടെ ജീവിക്കുക, വിശുദ്ധീകരണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ജീവിതം, പ്രാർത്ഥനയുടെയും ദൈവാരാധനയുടെയും ജീവിതം. അതിനുള്ള സമയമാണിത്. തമാശ പറഞ്ഞിരിക്കേണ്ട സമയമല്ല. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നേരം കളയാൻ നമുക്കില്ല. കർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം തകർക്കപ്പെടണം. കർത്താവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തിനും വേദനയുണ്ടാകണം. സ്വർഗത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സമയമാണ്. കൊറോണ വൈറസ്, ഈ കൊച്ചു വൈറസിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങൾ ഇതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പറഞ്ഞതുപോലെ ഈ കോവിഡിന് ശേഷം നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും അതിശക്തമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. സഭയെ അതിവേഗം കർത്താവ് വളർത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ലോകത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിനെല്ലാം ദൈവം പുതുക്കിപ്പണിയുന്നത്, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ കർത്താവ് പുതുക്കിപ്പണിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം.